എല്ലാവരും വന്നു നമ്മള് മെസ്സേജ് ഇറങ്ങാൻ നോക്കൂലാണ്, ഇറങ്ങാൻ പറ്റില്ല. ഈ വെള്ളം എവിടെ നിന്ന് വരുന്ന അറിയാൻ പാടില്ല. പ്രൊജക്റ്റിന്റെ വല്ലതാണോ? എന്താണെന്നറിയാൻ പാടില്ല. എന്തൊരു പ്രൊജക്റ്റിൽ നിന്ന് വെള്ളം തുറന്നു വിടുന്ന പോലെ ഉണ്ട്. വല്ല ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് വല്ലതും ഉണ്ടോന്ന് അറിഞ്ഞോളൂ. ഇതിലെ ടവർ ലൈൻസ് ഒക്കെ പോകുന്നുണ്ട്, ചിലപ്പോൾ അതിന്റെ ആകാം. പിന്നെ നദിയുടെ പോക്ക് നല്ല രസമായിട്ടുണ്ട്, നല്ല രസമായിട്ടുള്ള പോക്കാണ് നദീകരണം. നമ്മൾ യാത്ര ചെയ്യുന്നത് നദിക്ക് പാരലായിട്ടാണ്. നദി റോഡ് കട്ടിങ് നദിയുടെ അതേ കോണ്ടൂഴ്സ് ഫോളോ ചെയ്തിട്ടാണ്. ഒരു ഡാം കാണാം, കണ്ട ഞാൻ ഉദ്ദേശിച്ച് ശരിയാണ്. ആ ഡാമിൽ തുറന്നുവിട്ട വെള്ളമാണ്. എന്തോ ഒരു ഡാം കാണുന്നുണ്ട് ഇവിടെ. ചെറിയ ഡാം, വളരെ ചെറുതാണ്. അല്ല, ഒരു 50 മീറ്ററോളം നീളം കാണാം. 4 ഷട്ടറുണ്ട്, അതിൽ 2 ഷട്ടർ തുറന്നു കിടക്കുവാണ്, കാണാം. ഞാൻ പറയുന്നത് കേൾക്കാവെന്ന് അറിഞ്ഞൂടെ, അത്രയ്ക്ക് ഇയർഫോണൊന്നും ഇല്ലാണ്ട് സംസാരിക്കുന്നത്. ഈ മണ്ണൊക്കെ കൂട്ടിയിരിക്കുന്നത് എന്തിനാണെന്നറിയാൻ പാടില്ല. മുകളില് മല കാണാം, കണ്ടോ? ഇലക്ട്രിസിറ്റി ഉത്പാദിപ്പിക്കുന്ന പോലെ ഉണ്ട്, കണ്ട ചെറിയ ഉത്തരവാദിത്തമുണ്ടെന്നൊക്കെ പെട്ടെന്ന് വായിക്കാൻ പറ്റി. റെഗുലേറ്റേഴ്സും ഒക്കെ കണ്ടു. 3x30 മെഗാവാട്ട്സ് എന്ന് എഴുതി കണ്ടു, ബോർഡ് കണ്ടു. ബാക്കിയില്ല വായിക്കാൻ പറ്റിയില്ല. കണ്ട് ഇവിടെ വന്നിട്ട് ഇതാണ്, കണ്ട മല ചെത്തിയതിന്റെ കാര്യം. റോഡ് ഉണ്ടാക്കാനായിരിക്കും കണ്ടത്. ഇവിടെ വന്നപ്പോ നല്ലൊരു ഇത് റിസർവോയറാന്ന് തോന്നുന്നു.
ഇത്രയും ഭാഗം റിസർവറായിട്ട് എടുത്ത പോലെ ഉണ്ട്. മുകളിൽ മല ചെത്തിയതിന്റെ ഉദ്ദേശം പക്ഷെ റോഡിന് വേണ്ടിയിട്ടാകാം. ഈ റിസർവയർ കുറച്ച് മണ്ണിൽ കൂട്ടിക്കിടപ്പുണ്ട്. കണ്ടാൽ മണ്ണിൽ കൂട്ടിക്കിടപ്പുണ്ട്. കണ്ട ഇവിടൊക്കെ ഈ ബിൽഡിങ്സ് ആണ്. യാതൊരു യൂണിഫോമിറ്റിയോ ആർക്കിടെക്ചറോ ഒന്നും ഇല്ലാണ്ട് കുറേ ബിൽഡിങ്സ് അവരവർക്ക് തോന്നുന്ന പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. യാതൊരു ആർക്കിടെക്ചറോ ഹെറിറ്റേജോ ഒന്നും നോക്കിയിട്ടില്ല. ഒരു ഷേപ്പില്ല, ഒന്നുമില്ല. ഇവിടുത്തെ രീതി കണ്ടോ ഭയങ്കരമായിട്ട് മാറിയാണ്. വളരെ വീതി കൂടിയ ഒരു സ്ഥലമായിട്ട് മാറി. കുറച്ചു മുമ്പേ ഒരു വളരെ ചെറിയ തോട് വരെയാണ്. ഇപ്പൊ നോക്കുമ്പോൾ ഇത് ഇങ്ങനെ കാണുന്നു. പല രീതിയിലാണ് ഇത് കാണുന്നത്. ഇവിടെ എക്സ്കവേറ്റ് ചെയ്തിട്ട് ഏതാണ്ട് ചെയ്യുന്നുണ്ട്. ബോൾഡേഴ്സ് ഒക്കെ എടുത്ത് മാറ്റുകയോ ബോൾഡേഴ്സ് എങ്ങോട്ടോ കൊണ്ടുപോവുകയോ മണ്ണ് വാരി എങ്ങോട്ടോ കൊണ്ടുപോകാൻ വേണ്ടി റെഡിയാക്കാണ് ആ JCBയും കാര്യങ്ങളും. നമ്മളെപ്പോഴും ഈ എൻ്റെ ഒരു പ്രശ്നത്തിൽ നമ്മൾ ഈ ഒരു വ്യൂ പോയിന്റിലേ കാണുള്ളൂ. ഇതിനെ ഒരു എഞ്ചിനീയറിംഗ് വ്യൂ പോയിന്റിലും കൂടെ കാണും. അതാണ് കുഴപ്പം. ഇപ്പൊ പെട്ടെന്ന് വീതി കുറഞ്ഞത്. നല്ല ഫാസ്റ്റാണ് ഇപ്പോൾ വെള്ളം, ഭയങ്കര ഫാസ്റ്റായിട്ട്. ഇപ്പൊ ഒരു ഉദ്ദേശം ഇത് 30 മീറ്ററോ അത്രയൊക്കെ വീതി കാണും. എസ് കർവ് കണ്ട ആ മലയുടെ അവിടെ നിന്ന് എസ് കർവായിട്ട് വരുവാണ് ഈ സംഗതി. രണ്ട് സൈഡിലും ബോൾഡേഴ്സാണ്. പക്ഷേ ഇതിന്റെ റിവർ ബാങ്ക് കംപ്ലീറ്റ് ഇൻട്രോച്ച് ചെയ്തിട്ട് ഓരോ കടകളും അങ്ങനെയൊക്കെ ഒരു യാതൊരു ഷേപ്പും ഇല്ലാണ്ട് പണിത് അഭംഗിയാക്കിയത് എന്ത് ചെയ്യാനാണ്? എന്റെ ആ ബ്യൂട്ടി തന്നെ ഇല്ലണ്ടാക്കുവാ. പിന്നെ ഇന്ത്യയിൽ ഇത്രയൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഇന്നൊക്കെ ഒരു ഉദ്ദേശം 30 മീറ്ററോളം നീളം കാണും, വീതി കാണുമായിരിക്കും ഈ സ്ട്രീമിന്. ഈ നദി ഇങ്ങനെ കർവായിട്ട് വരുന്നതിന് കാര്യം വെച്ചാൽ ഈ നദി ഫോളോ ചെയ്യുന്നത് ഈ മലകളുടെ കർസാണ്. മലയുടെ അടിവാരം, ആ അടിവാരത്തിനെ ഫോളോ ചെയ്തിട്ടാണ് നദി വരുന്നത്. അതാണ് നമുക്ക് കർവായിട്ട് അനുഭവപ്പെടുന്നത്. അപ്പൊ ഒരു മലയുടെ അതിന്റെ അടിവാരത്തിൽ കടന്നു പോകുമ്പോൾ മലയുടെ അടിവാരം എങ്ങനെ കിടക്കുന്നോ ആ ഷേപ്പിൽ തന്നെയാണ് ഈ ഒഴുക്ക് വരുന്നത്. ഒരു ഉദ്ദേശം 30 മീറ്ററും ചില സ്ഥലത്ത് 20 മീറ്ററൊക്കെ ഉണ്ട്. ആ ഒരു വീതിയാണ് എടുക്കുന്നത്. നല്ല ഒന്നാം തരം ഫോഴ്സ് ഉണ്ട് വെള്ളത്തിന്. പതഞ്ഞൊക്കെ വരുവാണ്. പിന്നെ ഇവിടെ ഇച്ചിരി കൂടിയിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ പോക്ക് കാണാം. നിങ്ങൾ ഇതിന്റെ സോഴ്സ് അന്വേഷിച്ചിറങ്ങിയിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ഇതിന് വീതി കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ചെറിയൊരു ക്ഷേത്രം അക്കരെ കാണാം. എന്തോ എഴുതിയിട്ടുണ്ട്, പക്ഷെ അത് വ്യക്തമല്ല. അവിടെ ഒരു യാക്ക് മൃഗങ്ങൾ നിൽക്കുന്നുണ്ട്. അല്ല, യാക്കല്ല, അതായത് കോർ കഴുകാൻ തോന്നുന്നു നിൽക്കുന്നുണ്ട്. ദൂരെ നിൽക്കുന്ന 2 മൃഗങ്ങൾ നിൽപ്പുണ്ടായിരുന്നു. മറ്റേ ഒരു ബ്രിഡ്ജ് കണ്ടത് നടക്കാനുള്ള ബ്രിഡ്ജാണ്. റിവർ ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് കൊടുങ്കാടാണ്. എന്തിനാ പോണെന്ന് അറിഞ്ഞൂടാ. ചെറിയ ചെറിയ വീടുകളും അമ്പലങ്ങളും ഒക്കെ ഉണ്ട് ഇടയ്ക്ക്, ചെറിയ ചെറിയ. പക്ഷെ റീസെന്റ് കൺസ്ട്രക്ഷൻ ആയിട്ടാണ് തോന്നുന്നത്. ഒരു വണ്ടിക്ക് പോകാനുള്ള വീതിയേ ഉള്ളൂ കഷ്ടിച്ച്. പിന്നെ മറ്റേ സൈഡിൽ നിന്ന് വരുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുവാണ് വണ്ടി വരുമ്പോഴേ. ഒരു ബസ്സിന് പോകാനുള്ള ഒരു വീതിയേ ഉള്ളൂ. റിവർ ബാങ്കിന്റെ സൈഡിലുള്ള മലകൾ കട്ട് ചെയ്തിട്ട് അതാണ് റോഡാക്കിയിരിക്കുന്നത്. ചിലത്തൊക്കെ ഈ ഗൈഡ് റെയിൽസ് ഒക്കെ ഉണ്ട്. പ്രിക്കോഷണറി ആയിട്ട് ഗൈഡ് റെയിൽസ് കളർ ചെയ്തിട്ടുണ്ട്.
ഇവിടെ പെട്ടെന്ന് ഇത് ഒരു സംഭവം മാറി കണ്ട ഈ നദിയുടെ വീതി മാറി